എന്റെ കയ്യിലിരിക്കുന്ന എന്താണെന്നറിയോ? ഇത്തവണ നാട്ടിൽ പോയ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സമ്മാനമാണ്. മേപ്പിൾ ലീഫിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എല്ലാം എൻഗ്രേവ് ചെയ്ത് ഒരു വുഡൻ ബോർഡ്. ഇതിൽ എന്റെയും വിഷ്ണുവിന്റെയും ബർത്ത് ഡേറ്റ് ഉണ്ട്, നമ്മുടെ വെഡിങ് ഡേറ്റ് ഉണ്ട്, പിന്നെ യുവി ഉണ്ടായ ദിവസവും. എന്തോ ഒരു പ്രത്യേക ഭംഗിയില്ലേ കാണാൻ. ഒന്നും കൂടെ ഉണ്ട്, നമ്മുടെ കിച്ചന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തെടുത്ത ഒരു ചീസ് ബോർഡും. വെൽക്കം ടു തനി മലയാളീസ് കിച്ചൺ, വേർ ഷീ സ്റ്റിർസ് സ്റ്റോറീസ്, കോണ്ടന്റ്സ് ആൻഡ് സ്മൂതീസ്. ഇതിനൊക്കെയല്ലേ ആളറിഞ്ഞ് ഗിഫ്റ്റ് തരാന്ന് പറയാ. ഇത് റീജ എനിക്ക് തന്ന ഗിഫ്റ്റാണ് കേട്ടോ, മ്യൂസ് ബൈ ക്ലോഡിയെന്ന്. 2 ബോർഡും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവനെ നമുക്ക് ഇവിടെ ഹാങ് ചെയ്യാല്ലേ, പക്ഷെ ഇവനെ നമ്മൾ എവിടെ വെക്കും? നിങ്ങൾക്ക് വല്ല സജഷൻസും ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അതൊക്കെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് വരുമ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് ഒരു ബാലൻസ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. ബാലൻസ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ കാർബ്സും പ്രോട്ടീനും ഫൈബറും ഗുഡ് ഫാറ്റും വരുന്ന, ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാനും നല്ലോണം കഴിക്കാനും തോന്നുന്ന ഒരു കളർഫുൾ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ്. ആദ്യം നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വേവിക്കാൻ വെക്കാം. ഇനി ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത മുട്ട. ഇന്ന് നമുക്കൊരു സ്ക്രാമ്പിൾഡ് എഗ് പിടിക്കാം. ഈ മുട്ട ചിക്കി പൊരിച്ചതില്ലേ അത്. ഇതിലോട്ട് നമുക്ക് കുറച്ചൊന്ന് പാലൊഴിക്കാം കേട്ടോ. പാലൊഴിച്ചു കഴിഞ്ഞാൽ മുട്ട ഒന്നും കൂടെ സോഫ്റ്റ് ആവും. ഇനി അതേ പാനില് ഒരു കൈപ്പിടി സ്പിനച്ച്, കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ നല്ല വെന്തുടഞ്ഞ് നല്ല പരുവായിട്ടുണ്ട്. ഇനി ഒരു അവക്കാഡോ. കഴിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് അവക്കാഡോ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ വെറുത്ത് കുട്ടിശങ്കറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ലാസ്റ്റ് ആയിട്ട് കുറച്ച് സ്ട്രോബെറീസും ബ്ലൂബെറീസും കൂടെ ആഡ് ചെയ്യാം. നല്ല മധുരമുള്ള സ്ട്രോബെറി ആട്ടോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ കളർഫുൾനെസ് എത്തിയില്ലേ. ഇനി നമുക്ക് പ്ലേറ്റ് ചെയ്താലോ. അത്യാവശ്യം കലാപരമായിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ. സ്ട്രോബെറി, അവക്കാഡോ, സ്ക്രാമ്പിൾഡ് എഗ്, സ്വീറ്റ് പൊട്ടാറ്റോ, സ്പിനച്ച്, കോട്ടേജ് ചീസ്, പിന്നെ കുറച്ച് ബ്ലൂബെറീസും. ഉഷാറല്ലേ? ബാലൻസ്ഡ് ആയോ? ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കുറച്ച് സോൾട്ടും അതേപോലെ ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. കണ്ട അപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? 2 പ്ലേറ്റ് ഒരുപോലെയാണെങ്കിലും കുറച്ച് ഭംഗി കൂടുതൽ ഇവനാ തോന്നുന്നു. അതുകൊണ്ട് ഇത് ഞാൻ എടുക്കാം, മറ്റേത് വിഷ്ണു എടുക്കട്ടെ. പുള്ളിക്ക് ഭംഗിയിലൊന്നും വലിയ വിശ്വാസമില്ല. പണി കുറച്ച് കുറവാണെങ്കിലും നമുക്ക് ഇന്ന് ആവശ്യമുള്ളതെല്ലാം ഇന്നും കിട്ടും കേട്ടോ. കഴിപ്പ് പകുതിയായിപ്പോക്ക് ഇവിടെ ഉറക്കം കഴിഞ്ഞിട്ടുണ്ട്. കിട്ടിയ ഗ്യാപ്പിൽ അറിയാത്തൊരു മുട്ട കഷ്ണം എടുത്തോണ്ടോ. ഇനി അമ്മ ഇതൊക്കെ എങ്ങനെയാ കഴിക്കാന്ന് കാണിച്ചരാ. ദാ ഇങ്ങനെ